തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അവസാന കണക്കനുസരിച്ച് 75% സംസ്ഥാനത്തെ പോളിംഗ്. എന്നാൽ 80ലേക്ക് അടുക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 75.01% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്ക്. 77.63% പേർ വോട്ട് ചെയ്ത എറണാകുളം ജില്ലയാണ് മുന്നിൽ. ഏറ്റവും കുറവ് ശതമാനം രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിൽ 68.9% പേരാണ് വോട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ 75% എന്നുള്ളതാണല്ലോ സംസ്ഥാനത്തിന്റെ ആകെ ചിത്രം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ ഇലക്ടറൽ ഓഫീസർ പറഞ്ഞതുപോലെ 90% എത്തുമോ? എങ്ങനെ കാണാം? ഇപ്പോൾ ബൂത്തുകളിൽ ഇപ്പോഴും വലിയ നിര കാണാൻ സാധിക്കുന്നുണ്ടോ? നഗരത്തിലെ ബൂത്തുകൾ ആ തിരക്കില്ല. ഞാനുള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെയുള്ള പട്ടം ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇവിടെ ഇതിനകം തന്നെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്ത് പോയി, അല്ലെങ്കിൽ അവസാന ആൾ വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ, വോട്ടെടുപ്പ് ശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് അധികൃതർ. പെരുമാതുറയിൽ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ബൂത്തിനുള്ളിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള തർക്കം സംഘർഷത്തിനിടയാക്കി പോലീസ് അവിടെ ലാത്തി വീശിയിട്ടുണ്ട്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളില്ല. ചില മേഖലകളിൽ ഇപ്പോഴും ചെറിയ ആളുകളുണ്ട്. എന്നാൽ വലിയൊരു ആൾക്കൂട്ടം, വലിയൊരു ക്യൂ എവിടെയുള്ളത് ഇതുവരെ നമുക്ക് വിവരം ലഭ്യമായിട്ടില്ല. 75 എന്നുള്ളത് ഔദ്യോഗിക കണക്കാണ്. ഒരുപക്ഷെ ഇത് 80 ഏതായാലും കടക്കാൻ തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിട്ടത് 87%. അദ്ദേഹം 90% എന്ന് പറയുമ്പോഴും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം 85% പോളിംഗിലേക്ക്, സർവകാല റെക്കോർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് സാധ്യമാവുന്ന തരത്തിലാണ് കണക്കുകൾ പോകുന്നത്. കാരണം 5 മണിക്ക് തന്നെ 75 കടന്നിരിക്കുന്നു. 70.1% 5 മണിക്ക് തന്നെ ഔദ്യോഗിക കണക്കുകൾ വന്നിരിക്കുന്നു. സ്വാഭാവികമായും 1% അനൌദ്യോഗിക കണക്കുകളില്ലാതെ അപ്പോൾ തന്നെ വന്നിരിക്കണം. അങ്ങനെ 76. അവസാന മണിക്കൂറിൽ 4% പോളിംഗ് ഉണ്ടാകുക സ്വാഭാവികമാണ്. പോസ്റ്റൽ ബാലറ്റുകളടക്കം പിന്നീട് കൌണ്ട് ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ 80% കടക്കുമെന്ന് ഉറപ്പാണ്. അതുതന്നെ വലിയൊരു വിജയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കും. കാരണം ശുദ്ധീകരിക്കുന്ന ശേഷമുള്ള പട്ടികയാണ്. ആ സാഹചര്യത്തിൽ എത്രയധികം പോളിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ആലപ്പുഴയിൽ 74.47% 5 മണി വരെ കണക്ക്. എറണാകുളത്ത് 77 ഉണ്ട്, ഇടുക്കിയിൽ 75 ഉണ്ട്, കണ്ണൂരിൽ 75 ഉണ്ട്. അതുപോലെ തന്നെ കാസർഗോഡും 70% ഉണ്ടായിരുന്നു. കോഴിക്കോട് 77.63, മലപ്പുറത്ത് 70.70, പാലക്കാട് 77.09, പത്തനംതിട്ട 68.9, അതായത് 69 അടുത്തെത്തുന്നു. തിരുവനന്തപുരത്ത് 74.11% 5 മണിക്ക് തന്നെ ആയിരിക്കുന്നു. തൃശൂരിൽ 74.34, വയനാട്ടിലും 74.7 ഉണ്ട്. അതായത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും 80-നോടടുത്ത്, ചില ജില്ലകൾ ഒഴിച്ച് പത്തനംതിട്ട പോലുള്ള എപ്പോഴും ഈ കുറവ് വരുന്ന ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളിടത്തെല്ലാം 80-നോടടുത്ത് പോളിംഗ് ഉണ്ടാകും. അങ്ങനെ സ്വാഭാവികമായും അത് സംസ്ഥാന ശരാശരിയും 80-ന് മുകളിലേക്ക് പോകുമെന്ന ഉറപ്പാണ്. ഏതായാലും അല്പസമയത്തിനകം ഏകദേശ കണക്കുകൾ, അന്തിമ കണക്കുകൾ ഇപ്പോൾ ലഭ്യമാകാനിടയില്ല. കണക്കുകൾ വരാനുണ്ട്. ഏതായാലും 3 കോടിയിൽ പരം വോട്ടർമാരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായി. SIR വന്നതോടുകൂടി SIR-ൽ പേര് പട്ടിക ഉൾപ്പെട്ടില്ലെങ്കിൽ അത് പൌരത്വത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. വലിയ ആശങ്ക വലിയ വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ടായി. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പരമാവധി വോട്ട് ഉറപ്പിക്കാനും അത് വോട്ട് ചെയ്യാനുമുള്ള ശ്രമം ജനങ്ങളുടെ ഭാഗത്തും, സാധാരണഗതി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്വയമേവ ആളുകളും ഇത്തവണ വോട്ട് ചെയ്തേ മതിയാകൂ എന്നൊരു കടുത്ത നിലപാട്, വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാകാം വോട്ടിംഗ് ശതമാനം ഈ കണക്കിലേക്ക് പോകുന്നത്. 3 മുന്നണികളും ഈ വോട്ടിംഗ് ശതമാനം ഉയർന്നതിന്റെ ക്രെഡിറ്റ് തങ്ങൾക്ക് എന്ന് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ ഗുണം തങ്ങൾക്കുണ്ടാകുമെന്ന അവകാശവാദമാണ് രാവിലെ മുതൽ ഉന്നയിക്കുന്നത്. CPM ആകട്ടെ തുടർഭരണം ജനങ്ങൾക്ക് വേണം, സർക്കാർ നൽകുന്ന സഹായങ്ങൾ, സർക്കാരിന്റെ വികസനങ്ങളൊക്കെ തുടരാൻ ജനങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജനം കൂട്ടത്തോടെ ബൂത്തിലെത്തിയെന്ന അവകാശം സർക്കാരിന് തൂത്തെറിയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ആ തീരുമാനമെടുത്തുകൊണ്ട് ജനം ബൂത്തിലേക്ക് എത്തിയതെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു, UDF അവകാശപ്പെടുന്നു. 2 മുന്നണികളെയും അടുത്ത ജനം ഒരു 3-ാം ബദൽ BJP-യിൽ കാണുന്നു. ഒരു വികസന സ്വപ്നങ്ങൾ BJP കാണുന്നു. അങ്ങനെ ജനം 2 മുന്നണികൾക്കും ബദലായി ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയെന്ന് BJP-യും പറയുന്നു. ഈ 3 അവകാശവാദങ്ങളും ഈ അവസാന മണിക്കൂറിലും ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ ഇത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കണം. ഏതായാലും അരുൺ നിൽക്കുന്ന ബൂത്തിൽ ഇപ്പോൾ വോട്ടർമാരില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പലയിടങ്ങളിലും ബൂത്തിന് മുന്നിൽ 6 മണിയാകുമ്പോഴും ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാനുള്ള സാവകാശം നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ നവമി ചേരുന്നുണ്ട് എറണാകുളത്തെ വിവരങ്ങളുമായി. നവമി, എറണാകുളത്ത് ഇപ്പോഴത്തെ പോളിംഗ് പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞാൽ രണ്ടാമത് എറണാകുളമാണ്. ചെറിയ വ്യത്യാസമാണ്. 77.25% എറണാകുളത്ത്, 77.63% കോഴിക്കോട് എന്നതാണ്. എറണാകുളം ജില്ലയിൽ ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്?
മഞ്ജുഷ, എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണ എറണാകുളം ജില്ലയിലുള്ളത്. 77.25%. അത് 5 മണിവരെയുള്ള കണക്കാണ്. 6 മണിയായി. അപ്പോൾ ഉടനെ തന്നെ അടുത്ത പോളിംഗ് ശതമാനം എത്രയാണെന്ന് അവസാനത്തെ ഒരു ലാപ്പ് നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നേടിയിരിക്കുന്നത് കുന്നത്തുനാടാണ്. കുന്നത്തുനാട് 81.89%. കുന്നത്തുനാട് നമുക്കറിയാം ശക്തമായ ഒരു മത്സരം നടക്കുന്ന, ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. 2020യുടെ ശക്തനായ സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ വളരെ കുന്നത്തുനാട് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇത്തവണ UDF-നുള്ളത്. പൊതുവെ നമുക്കറിയാം എറണാകുളം ജില്ല എപ്പോഴും വലിയ ഇടത് തരംഗം ആഞ്ഞടിക്കുമ്പോഴും പതറാതെ UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിലാണ്. കഴിഞ്ഞ തവണ 9 സീറ്റാണ്, 14 മണ്ഡലങ്ങളിൽ 9 എണ്ണമായിരുന്നു UDF സ്വന്തമാക്കിയത്. ഇത്തവണ 12 എണ്ണമെങ്കിലും സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസം, വാശിയേറിയ പോരാട്ടമാണ് എറണാകുളം ജില്ലയിൽ UDF കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിൽ വരുമ്പോൾ അത് UDF അനുകൂല തരംഗമായിട്ടാണ് അവർ UDF ക്യാമ്പ് അതിനെ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഈ സ്ഥാനം പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമാകുന്നത് എറണാകുളം ജില്ലയാണ്. നമുക്ക് മറ്റ് മണ്ഡലങ്ങളിലെ 14 മണ്ഡലങ്ങളിലെ വേഗം ഒന്ന് നോക്കാൻ തോന്നുന്നു നമുക്ക് ഈ പോളിംഗ് ശതമാനം എത്രയൊക്കെയാണെന്ന്. പെരുമ്പാവൂരിൽ 77.82%, അങ്കമാലി 73%, ആലുവ 78%, കളമശ്ശേരി 78.89%, പറവൂര് 78.6%, കൊച്ചി 77.4%, തൃപ്പൂണിത്തറ 75%, തൃക്കാക്കര 76%, കുന്നത്തുനാട് 88%, പിറവം 74%, മൂവാറ്റുപുഴ 75%, കോതമംഗലം 76%. അങ്ങനെ എല്ലാം തന്നെ ഒരു 75-ന് മുകളിൽ എത്തിയിരിക്കുകയാണ് പോളിംഗ് ശതമാനം. എന്തായാലും 6 മണിയുടെ കണക്ക് കൂടി വരുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മഞ്ജുഷ, നമുക്ക് കഴിഞ്ഞ 3 വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര ശതമാനമായിരുന്നു പോളിംഗ് എന്ന് കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ 2016-ൽ 80% എറണാകുളം ജില്ലയിലെ പോളിംഗ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. 2011-ലായിക്കോട്ടെ 77-ഉം, 2021-ൽ 74%. അത് നമുക്കറിയാം കോവിഡിന്റെ സമയം കഴിഞ്ഞുള്ളൊരു തിരഞ്ഞെടുപ്പായിരുന്നു. അന്ന് 74%. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 76% എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനം. അന്നൊക്കെ അത് തന്നെയാണ് കോൺഗ്രസിന്റെ വാദവും അത്തരത്തിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ പോളിംഗ് കൂടുകയാണെങ്കിൽ അത് സ്വാഭാവികമായും UDF-ന് അനുകൂലമാകുന്ന, കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു തരംഗമായിരിക്കും ആ മണ്ഡലത്തിൽ ഉണ്ടാകുക എന്നതാണ്. എന്തായാലും UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. എറണാകുളം ജില്ലയിൽ കനത്ത പോളിംഗ് ആണ് നടന്നത്. എല്ലാ മണ്ഡലങ്ങളിലും തന്നെ വലിയ പോളിംഗ് ഉണ്ട്. രാവിലെ മുതൽ തന്നെ തൃപ്പൂണിത്തുറയിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു നടന്നിരുന്നത്. എന്തായാലും 77% മുകളിലേക്ക് എറണാകുളം ജില്ലയിൽ 5 മണിവരെ പോളിംഗ് എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും 80% മുകളിലേക്ക് എറണാകുളം ജില്ലയിൽ പോളിംഗ് ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോട്ടയത്തും നല്ല പോളിംഗ് ആണ് നടക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, പൂഞ്ഞാറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അവിടെ എന്താണ് BJP-ക്കാരെ സഹായിച്ചു പോലീസ് എന്ന രീതിയിലുള്ള ആരോപണം ഇടത് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നുണ്ടല്ലോ. അവിടെ ഇടതു മുന്നണിയുടെ പ്രവർത്തകരെ നഗരത്തിൽ നിന്ന് അടിച്ചോടിച്ചു എന്നൊക്കെയുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.